ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൽ നിന്ന് നന്മ ചെയ്യേണ്ടതിന് ഉത്സാഹിക്കേണ്ടുന്നതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. നീതിമാന്മാരുടെ ആഗ്രഹം എപ്പോഴും തങ്ങൾക്ക് തന്നെ സമ്പാദിച്ചു കൂട്ടുക എന്നതല്ല, മറിച്ച് തങ്ങളുടെ നന്മയിൽ നിന്ന് മറ്റുള്ളവരെക്കു കൂടെ പങ്കുവെക്കുക എന്നതാണ്, മറ്റുള്ളവരെ കൂടെ കരുതുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് പുഷ്ടി ലഭിക്കും എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. 10-ാം അധ്യായത്തിൽ നാം കണ്ടു, യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കാൾ ഏറെ ഉത്തമമാണ്, അതേറെ അനുഗ്രഹമാണ് എന്ന് നാം വായിക്കുന്നു. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ ആളുകളുടെ പ്രീതി സമ്പാദിക്കുന്നു എന്നാണ് നാം കാണുന്നത്. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ല, അതിൽ ആശ്രയിക്കുന്നവൻ വീഴും. എന്നാൽ നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. നീതിമാന് ജീവവൃക്ഷമാണ് പ്രതിഫലമെന്നും നാം കാണുന്നു. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തിൽ നാം സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നും ഗലാത്യ ലേഖനത്തിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തുപോകരുതെന്നും രേഖപ്പെടുത്തുന്നു. സൽപ്രവൃത്തിയിൽ സമ്പന്നരാകുവാനാണ് 1 തിമോഥെയോസിൽ നമ്മളോട് പറയുന്നത്. നന്മ ചെയ്യുവാൻ മറക്കരുതെന്ന് എബ്രായ ലേഖനകാരനും നമ്മെ ഉണർത്തിക്കുന്നു. യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രവൃത്തികളില്ലാത്ത വിശ്വാസം ഉപകാരപ്രദമല്ലെന്നാണ്. സൽപ്രവൃത്തികളിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. സൃഷ്ടിതാവും പരിപാലകനും പരിശുദ്ധനും ക്രൂശിതനും ഉദ്ധിതനും ആരാധ്യനുമാ യേശുയൻ ആത്മമിത്രം